ഒരു ഡയറിക്കുറിപ്പ് നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ആ ഡയറി ആധാരമാക്കി ചലച്ചിത്രം തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഈ ഡയറി 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അൻ ഫ്രാങ്കിൻ്റേതാണ്. ഹിറ്റ്ലർ ഭരണത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളാണ് ഈ ഡയറി. രണ്ടാം ലോകമഹായുദ്ധവും ജർമ്മൻ ആധിപത്യവും ജൂതന്മാരായ ജനങ്ങളുടെ ജീവിതം നഗരതുല്യമാക്കി. ജൂതന്മാർക്കായി ഒരുക്കിയ കരിനിയമങ്ങൾ അനവധി. ഹിറ്റ്ലറുടെ നാസിപ്പട ജൂതന്മാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ തുടങ്ങിയതോടുകൂടി കുടുംബത്തോടൊപ്പം അൻ ഫ്രാങ്കും ഒളിവിൽ പോയി. ആംസ്റ്റർഡാമിലെ ഒരു സങ്കേതത്തിൽ അവർ 2 വർഷക്കാലം താമസിച്ചു. 1944 അൻ ഫ്രാങ്ക് തന്റെ ഡയറിയിൽ കുറിച്ചു: "എന്റെ നാട്ടിൽ കൊച്ച തീരെ കെട്ടുപോയിരിക്കുന്നു. നല്ലവരെ നാസിപ്പട കൂട്ടത്തോടെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി എത്ര ദിവസം ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത്തരമൊരവസ്ഥയിലാണ് ഞാൻ. കാരണം അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം." താമസിക്കാതെ അൻ ഫ്രാങ്ക് ഡയറിയിൽ കുറിച്ചതുപോലെ തന്നെ സംഭവിച്ചു. 1944 ജൂലൈയിൽ നാസിപ്പട അവരെ തെരഞ്ഞുപിടിച്ച് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഫ്രാങ്കിനെ അവർ നിഷ്ഠൂരം വധിച്ചു.